بسم الله الرحمن الرحيم بسم الله الرحمن الرحيم قال الإمام البخاري رحمه الله تعالى باب الفهم في العلم وبه قال الإمام البخاري رحمه الله تعالى حدثنا علي قال حدثنا سفيان قال لي ابن أبي نجيح عن مجاهد أنه قال صحبت ابن عمر إلى المدينة فلم أسمعه يحدث عن رسول الله صلى الله عليه وسلم إلا حديثا واحدا قال كنا عند النبي صلى الله عليه وسلم فأتي بجمار فقال إن من الشجر شجرة مثلها كمثل المسلم فأردت أن نقول هي النخلة فإذا أنا أصغر القوم فسكت قال النبي صلى الله عليه وسلم هي النخلة. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തൊട്ട് മുമ്പത്തെ ബാബ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളെ കൊണ്ട് എല്ലാ ഖൈറും ഉദ്ദേശിച്ചാൽ അവനെ ദീനിൽ ഫഖീഹാക്കും, അല്ലെങ്കിൽ അള്ളാഹു ഒരാളെ കൊണ്ട് വലിയ ഖൈർ ഉദ്ദേശിച്ചാൽ അവനെ ഫഖീഹാക്കും എന്ന് പറഞ്ഞപ്പോൾ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ആ ഫിഖ് എന്ന് പറഞ്ഞാൽ വെറും ആയത്തും ഹദീസും കാണാതെ പഠിക്കലല്ല, അല്ലെങ്കിൽ അത് സമ്പാദിക്കൽ മാത്രമല്ല, അതിൽ നിന്ന് കാര്യങ്ങളെ ഗ്രഹിക്കലാണ്. അപ്പോഴേ ഒരാൾ ഫഖീഹാവുള്ളൂ എന്ന് വിശദീകരിക്കുകയാണ് ഈ ബാബ് കൊണ്ട്. ബാബുൽ ഫഹ്മി ഫിൽ ഇൽമി, ഇൽമിലുള്ള ഫഹ്മ്. അവിടെ ഇഷ്കാലാക്കണവരുണ്ട്. എന്താണ് ഇൽമ് എന്ന് പറഞ്ഞാൽ അറിവല്ലേ, ഫഹ്മ് പറഞ്ഞാലും അറിവല്ലേ, ഇപ്പോൾ ഗർഫും ഹദറുഫും ഒന്നായില്ലേ, ഇൽമിലെന്ത് ഫഹ്മാണ്? അതവർക്കത് മനസ്സിലാവാത്തതിൻ്റെ പേരുണ്ടാകുന്ന ചോദ്യങ്ങളാണ്. എന്നിട്ട് മറുപടിയും കൂടി പറയാൻ കിട്ടാതെക്കുമ്പോൾ അവർക്ക് തീരെ അജ്ഞത എന്നേ പറയാൻ പറ്റുള്ളൂ. ഇമാം ബുഖാരിക്കുണ്ടാകുന്ന പ്രശ്നമല്ല. ഫത്തുൽ ബാരി പ്രത്യേകമായി ഉണർത്തുന്നുണ്ട്, അൽ ഫഹ്മു ഫിത്നത്തുൻ യഫ്ഹമു ബിഹാ സ്വാഹിബുഹാ മിനൽ കലാമി മാ യഖ്തരിനു ബിഹി മിൻ ഖൗലിൻ ഔ ഫിഅലിൻ. ഒരു പ്രത്യേകമായ ഒരു പോക്ക് മനസ്സിലാക്കലാണ്, ഉള്ളു തിരിയലാണ്, ഒരു പ്രത്യേക ബുദ്ധിയാണത്. അതിൽ നിന്ന് ഒരു വാക്കോ ഫിഅലോ കഴിഞ്ഞാൽ അതിൽ നിന്ന് അവരുടെ ഉദ്ദേശം എന്ത് എന്ന് മനസ്സിലാക്കുക. നമ്മൾ പറയല്ലോ കലാമിൻ്റെ പോക്ക് തിരിയ. ഞാൻ ആ പറഞ്ഞതിൻ്റെ ഉള്ളെന്താണെന്ന് മനസ്സിലാകുക എന്ന് സാധാരണ പറയും. നമ്മൾ ഉസ്താദന്മാർ പറയും അവൻ കിതാബ് തിരിയണ മൂല്യരാണ് പറയും. അദ്ദേഹം കിതാബ് തിരിയണ ആളായിരുന്നു, വായിച്ചർത്ഥം വെക്കലല്ല. അതിൻ്റെ പോക്കുകൾ തിരണം, ഇന്നതും ഇന്നതുമാണ് ഉദ്ദേശിച്ചത്. അതാണ് വലിയ വലിയ മത്തനിനെ ശാരീരങ്ങൾ എഴുന്നിട്ടാണ് വിശദീകരിച്ച് തരും. ആശയക്കാരാണെങ്കിൽ വേറെ നിരക്കത് വിശദീകരിച്ച് തരും. അങ്ങനെയുള്ള അതിൽ നിന്ന് ലഭിക്കുന്ന ഒരാശയം, അതിൻ്റെ പോക്ക് തിരിയാ പറഞ്ഞ വാക്കിനാൽ ഉദ്ദേശിച്ചത് അതിൻ്റെ ലാഹിറല്ല, അതിൻ്റെ ഉള്ളിൽ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം ഇന്നതാണെന്ന് മനസ്സിലാക്കുക. അതിനേക്കാണ് ഫഹ്മ് എന്ന് പറയാ, പോക്ക് തിരിയാ. അതാണ് ഇൽമിലുള്ള ഖുർആൻ ഹദീസ്, ഇതാണ് ഇൽമ്, അല്ലെങ്കിൽ മഹാന്മാരുടെ വാക്കുകൾ. അതിൻ്റെ ഉള്ളു തിരിയ, ആ ഉള്ളു തിരിയലാണ് ഫഹ്മ്. അതിനെ വിശദീകരിക്കുന്ന ബാബാകുന്നു. وبه قال حدثنا علي قال حدثنا سفيان قال لي ابن أبي نجيح عن مجاهد قال صحبت ابن عمر رضي الله عنه وعنهم. ഈ സനദിൽ
മഹാനായ ഇമാം ബുഖാരി 5 മഹത്തുക്കളെ പേരാണ് പറഞ്ഞിട്ടുള്ളത്. 5 ആളാണ് ഇമാം ബുഖാരി മുതൽ റസൂലുള്ളാഹി തങ്ങളുടെ വരേക്കുമുള്ള സനദിലുള്ള 5 പേരാണുള്ളത്. 1 അലിയ്, അലിയ് എന്ന് ഇമാം ബുഖാരി പറയും. അലി ഇബ്നു അബ്ദില്ല എന്ന് ചിലയിടത്ത് പറയും, ചിലയിടത്ത് അലി ഇബ്നു അബ്ദില്ലാഹിൽ മദീനി എന്ന് പറയും, ചിലയിടത്ത് അബുൽ ഹസൻ എന്നും അബുൽ ഹസൻ മദീനി എന്നും പ്രയോഗിക്കും. അങ്ങനെ ഇമാം ബുഖാരി സഹാബത്തിൻ്റെ കൂട്ടത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ പറയുന്ന മാതിരിയാണ് ഇമാം ബുഖാരിയുടെ ഉസ്താദന്മാരുടെ കൂട്ടത്തിൽ അലി ഇബ്നുൽ മദീനി റളിയല്ലാഹു അൻഹു മാനവരെ പറയൽ. കാരണം ഇമാം ബുഖാരിയുടെ കാര്യമായ ഉസ്താദന്മാരിൽപ്പെട്ട ഒരാളാണ് അലി ഇബ്നുൽ മദീനി റളിയല്ലാഹു അൻഹു. മദനിയാണ്, അവർ അസ്ല് മദീനയാണ്. മദീനയിലേക്ക് നിസ്ബ ചെയ്തിട്ട് മദനി എന്നാണ് പറയില്ലെങ്കിലും അലി ഇബ്നു അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹുവിനെ അൽ മദീനി എന്ന് ആ യാവിനെ കളയാതെയാണ് നിസ്ബ ചെയ്യൽ. അങ്ങനെയാണ് അതിൻ്റെ പോക്കുള്ളത്. അവരുടെ സ്ഥാനപ്പേര് അബുൽ ഹസൻ എന്നാകുന്നു. അവരെ പറ്റി തുടങ്ങുന്ന അൽ ഇമാമുൽ മുബ്രിസു ഫീ ഹാദാ ശൈൻ, ഹദീസിൻ്റെ വിഷയത്തിൽ വളരെ വ്യക്തമായി വെളിവായ തല ഉയർത്തി നിൽക്കുന്ന ഇമാമ് എന്നാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. മസ്തസ്ഗർതു നഫ്സി ഇൻദ അഹദിൻ ഖത്തു ഇല്ലാ ഇൻദ ഇബ്നുൽ മദീനി, എൻ്റെ നഫ്സിനെ ഞാൻ ചെറുതാക്കി കണ്ടിട്ടില്ല ഇബ്നുൽ മദീനിൻ്റെ അടുക്കലല്ലാതെ. ഞാൻ എവിടെ ചെന്നാലും ശിഷ്യനായിട്ട് പഠിക്കാൻ വേണ്ടി മുഹദ്ദിസീങ്ങളെടുത്ത് മശായിഖന്മാരെടുത്ത് ഞാൻ ചെന്നാലും ആ മശായിഖിനേക്കാളും എനിക്കൊരു കുറവും ഉണ്ടാവലില്ല. അവർ പറഞ്ഞെന്ന ആ ഹദീസ് ചിലപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ടാവില്ല എന്നേ ഉണ്ടാവുള്ളൂ. പക്ഷേ അവരെ അടുത്ത് ഞാനൊരു മോശക്കാരനാവലില്ല. പക്ഷെ ഞാനൊരു ചെറുതായി എനിക്കൊന്നും അറിയില്ല എന്ന് തോന്നൽ ഇബ്നുൽ മദീൻ്റെ അടുത്ത് എന്നാൽ മാത്രമാണ്. ഇമാം ബുഖാരി പറഞ്ഞൊരു വാക്കുണ്ട്, അലിയുൻ ഖൈറും മിൻ അശ്റതി ആലാഫിൻ മിസ്ലി ഷാദകൂനി. അന്ന് അറിയപ്പെട്ട ഒരു മഹാപണ്ഡിതനാണ്, ഹാഫിളാണ് ഷാദകൂനി. മോശക്കാരനല്ല ഷാദകൂനി. ഷാദകൂനിൻ്റെ ചരിത്രം സിർ അലാമുൻ നുബൂൽ അൽ അയ്യാനുൻ നുബലാൽ ഇഷ്ടം പോലെ പറയുന്നുണ്ട്. ആ ദഹബി നല്ലോണം പറയുന്നുണ്ട്. എല്ലാവരും പറയുന്നു ഷാദകൂനി കാര്യമായ ആൾ തന്നെയാണ്. പക്ഷേ ആ ഷാദകൂനി പോലെയുള്ള 10,000-നെക്കാളും ഖൈറാണ് അലി ഇബ്നുൽ മദീനി. ഇമാം ബുഖാരിയുടെ വാക്ക് അലിയുൻ ഖൈറും മിൻ അശ്റതി ആലാഫിൻ മിസ്ലി ഷാദകൂനി. ഷാദകൂനി പോലെയുള്ള 10,000 ആളെക്കാളും ഉത്തമം ഒറ്റ അലിയാണ്. 1000 കോഴിക്ക് അടക്കാടാന്നറിയില്ലേ, അതേമാതിരി പ്രയോഗം ഇമാം ബുഖാരി ഉപയോഗിച്ച്. ഷാദകൂനി വളരെ മഷൂറായ ആളാണ്, ധാരാളം ഹദീസുകളുള്ള ആളാണ്, ഹാഫിളാണ്. അക്കാലത്തുള്ള 4 ഹദീസ് പണ്ഡിതന്മാരെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ ഷാദകൂനി എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ഷാദകൂനി മോശക്കാരനല്ല. പക്ഷെ അലിയിൽ മദീനയുടെ തുലം ചെയ്യുമ്പം അതൊന്നുമല്ല, അവരൊന്നുമല്ല. ഇമാമിങ്ങൾ ഷാദകൂനിനെ പറ്റി പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഷാദകൂനിയുടെ കൂട്ടുകെട്ട് മോശമായിരുന്നു എന്നാണ്. സുന്നത്ത് ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരല്ലാത്തവരുമായി കൂട്ടുകെട്ടിയതിൻ്റെ പേരിലാണ് ഷാദകൂനിക്ക് ബർക്കത്ത് കുറഞ്ഞത്. പിന്നെ അവരെ പറ്റി പലതും പറയുന്നുണ്ട്, അത് പറഞ്ഞോട്ടെ. പക്ഷെ കൂട്ടുകെട്ട് മോശമായിരുന്നു. ഖാലിസീങ്ങളായ മുത്തഖീങ്ങളായ അഹ്ലുസുന്നത്തിൻ്റെ പണ്ഡിതന്മാരല്ലാതെ മറ്റുള്ളവരെ കൂട്ടത്തിൽ കൂട്ടുകെട്ടിയത് കൊണ്ട് അവർക്ക് ബർക്കത്ത് കുറഞ്ഞേ. وقال عبد الرحمن علي أعلم الناس بحديث رسول الله صلى الله عليه وآله وسلم خاصة. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് കൊണ്ട് ജനങ്ങളിൽ വെച്ച് ഏറ്റവും അറിയുന്ന ആള് അലിയുൽ മദീനി റളിയല്ലാഹു അൻഹു ആണ്. وقال السمعاني وغيره كان أعلم أهل زمانه بحديث رسول الله. അബ്ദുർ റസാഖ് സമ്മാനി അതുപോലെയുള്ള മറ്റുള്ള മഹാന്മാർക്ക് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് കൊണ്ട് അന്നത്തെ കാലത്ത് ഏറ്റവും തിരിയുന്ന ആള് അലിൽ മദീനിയാണ്. വഅൻഹു ഖാൽ,
തറക്തു മിൻ ഹദീസി മിയത്ത അൽഫി ഹദീസിൻ മിൻഹാ 30,000 ലി അബ്ബാദ് ബിൻ സുഹൈബ്. ഞാൻ പഠിച്ച ഹദീസുകളിൽ നിന്ന് 1,00,000 ഹദീസ് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് 30,000 ഹദീസ് അബ്ബാദ് ബിൻ സുഹൈബ് എന്നവരുതാണ്. അതൊക്കെ ലഈഫാണ്. 1,00,000 ലഈഫായ ഹദീസ് എനിക്കറിയാം, ഞാനത് ഒഴിവാക്കിയിട്ടുണ്ട്. അവർ ഈ വിഷയത്തിൽ, ഇലലിൻ്റെ വിഷയത്തിൽ, റാവികളെ റിവായത്തിന് പറ്റുന്നവരും പറ്റാത്തവരെയും വേർതിരിക്കുന്ന വിഷയത്തിൽ, ഇലലിൻ്റെ വിഷയത്തിൽ വലിയ കിതാബ് രചിച്ചവരാണ് അലിയുൽ മദീനി. ഒരു വേറൊരു പണ്ഡിതന്മാർ പറയാം, വഖാല അയ്യുൻ റഅയ്തു അലി ഇബ്നുൽ മദീനി മുസ്തൽഖിയാ وأحمد بن حنبل عن يمينه ويحيى بن معين عن يساره وهو يملي عليهما. അലി ഇബ്നുൽ മദീനി മലന്ന് കിടക്കുന്നു. വലതുഭാഗത്ത് ബഹുമാനപ്പെട്ട റഈസുൽ മുഹദ്ദിസീനായ ഫഖീഹായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വലതുവശത്തുണ്ട്. നഖാദുൽ ഹദീസായ യഹ്യ ബിൻ മഈൻ അവരുടെ ഇടതുവശത്തുണ്ട്. അപ്പോൾ അലി ഇബ്നുൽ മദീനി കിടക്കുക, വലത്തെ ഭാഗത്ത് അഹ്മദ് ബിൻ ഹംബൽ, ഇടത്തെ ഭാഗത്ത് യഹ്യ ബിൻ മഈൻ. അത്ര വലിയ ലോകത്ത് പിന്നന്മാർ പ്രസവിച്ചിട്ടില്ല. അഹ്മദ് ഹംബലിനെ പോലെയും യഹ്യ ബിൻ മഈനെ പോലെയുള്ള മക്കളുള്ള 2 മക്കളെ വേറെ ഉമ്മാർ അവരെ ശേഷം പ്രസവിച്ചിട്ടില്ല. അത്രയും വലിയവരാണ്. അവർ രണ്ടാളുമുണ്ട് അലി ഇബ്നുൽ മദീൻ്റെ അടുത്തും വലത്തും. എന്താ? വഹുവ യുംലി അലൈഹിമാ. അലി ഇബ്നുൽ മദീനി അവർക്ക് രണ്ടാൾക്കും ഹദീസ് ഓതി കൊടുക്കുന്നുണ്ട്. ഈ ഇമാം ബുഖാരിയോട് പലപ്പോഴും ചോദിക്കലുണ്ട്, നിങ്ങൾക്ക് എന്താണ് താല്പര്യം? ആ മിഹ്നത്തിൻ്റെ സമയത്തും മറ്റുള്ള സമയത്തും എല്ലാം അവരോട് ചോദിക്കപ്പെടുന്ന ചോദ്യമാണ്, നിങ്ങളുടെ താല്പര്യം എന്താ? അപ്പം ഇമാം ബുഖാരി പറഞ്ഞെന്താ, എനിക്ക് എങ്ങനെയെങ്കിലും ഇറാഖിലെത്തണം, എന്നിട്ട് അലി ഇബ്നുൽ മദീനിൻ്റെ അടുത്ത് പോയിക്കാണ്ടിരിക്കണം, അതാണ് എൻ്റെ താല്പര്യം. ഇമാം ബുഖാരി, ഇമാം അഹ്മദ്, ഇമാം അലി ഇബ്നുൽ മദീനി റളിയല്ലാഹു അൻഹു തൊട്ട് ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ്, ഇമാം ഇസ്മായിലുൽ ഖാളി, ദുഹലി, അബൂ ഹാത്തിം, ഇമാം ബുഖാരി, ഇതുപോലെയുള്ള ധാരാളം മഹാന്മാർ, അതുപോലെ ഇമാം അബൂ ദാവൂദ്, തിർമുദി, അവരെ തൊട്ട് വേറൊരാളെ മുഖേനയാണ് റിവായത്ത് ചെയ്തിട്ടുള്ളത്. ഇമാം മുസ്ലിം അലി ഇബ്നുൽ മദീനി റളിയല്ലാഹു അൻഹു ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. റിപ്പോർട്ട് ചെയ്യാതിരുന്നത് പല കാരണങ്ങളെ കൊണ്ടാണെന്ന് പറയപ്പെടുന്നുണ്ട്. ഏറ്റവും നല്ല കാരണം ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അവരെ തൊട്ട് കാണാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ടായിരിക്കൂല എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. വേറെ ചില ആളുകൾ പലതും പറയുന്നുണ്ട്. ഈ ഖുർആനിൻ്റെ മിഹ്നത്തിൻ്റെ കാലം, ഖുർആൻ മഖ്ലൂഖാണോ അതല്ല അള്ളാഹുവിൻ്റെ കലാമാണോ വൈറു മഖ്ലൂഖാണോ എന്ന ആ ചർച്ചയിൽ അലി ഇബ്നുൽ മദീനി റളിയല്ലാഹു അൻഹുവിനെ അവിടെ വെച്ച് ചോദ്യം ചെയ്യപ്പെടുകയും മഅ്മൂനും മുഅ്തസിയുമെല്ലാം ചോദ്യം ചെയ്യുകയും അവർ അള്ളാഹുവിൻ്റെ കലാമാണ്, അത് വൈറു മഖ്ലൂഖാണെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അവരെ 8 മാസം ഇരുട്ടറയിൽ ഇടുകയും സൂര്യപ്രകാശം തീരെ കാണാത്തതിൻ്റെ പേരിൽ അവരുടെ കണ്ണിൻ്റെ കാഴ്ച പോകാനടക്കാവുകയും ചെയ്തിരുന്നു. പിന്നീട് ജയിലിൽ നിന്ന് മോചിതരായി അവരെ ചാട്ടവാറടി, അഹ്മദ് ഹംബൽ റളിയല്ലാഹു അൻഹു അടിച്ചിരുന്നത് പോലെ ചാട്ടവാറ അടിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ അവർ സമ്മതിച്ചു ഖുർആൻ മഖ്ലൂഖാണ്. ആ സമ്മതിച്ചതിൻ്റെ പേരിൽ അവർ പറയലുണ്ട്, ഞാൻ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിൻ്റെ മാതിരിയാണ്. അമ്മാർ യാസിർ റളിയല്ലാഹു അൻഹുവിനോട് ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചീത്ത പറയാൻ പറഞ്ഞപ്പം ഇന്നഹു മജ്നൂൻ, ഇന്നഹു സാഹിർ പറയാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടല്ലോ. നബി തങ്ങളോട് പോയി വേവലാതിപ്പെട്ടു, നബിയെ ഞാൻ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, ചരിത്രം പോയി നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞ എന്താണ്, എൻ്റെ മനസ്സെങ്ങനെയുണ്ട്? വഖൽബി മുത്മഇന്നും ബിൽ ഈമാൻ, എൻ്റെ കൽബ് ഈമാൻ കൊണ്ട് മുത്മഇന്നാണ്. എന്നാൽ റസൂലുള്ളാഹി പറഞ്ഞെന്താ, ഇൻ ആദു ഫഅദ്, ഓൽ ഇനിയും ഇതേമാതിരി ചെയ്യുകയാണെങ്കിൽ അതേമാതിരി പറഞ്ഞു കുഴപ്പമില്ല, കൽബ് അതേ കാണുന്നോട്ടം എന്ന മാതിരി അലി ഇബ്നുൽ മദീനി റളിയല്ലാഹു അൻഹു വളരെ ക്ഷീണിതനായ, ചെറിയതായ, ആരോഗ്യമില്ലാത്ത തടിയായതുകൊണ്ടും മെലിഞ്ഞവരായതുകൊണ്ടും ചാട്ടവാറടി താങ്ങാത്തതിൻ്റെ പേരിൽ ആത്മരക്ഷാർത്ഥം അവർ സമ്മതിച്ചതാണ്, മനസ്സുകൊണ്ട് സമ്മതിച്ചതല്ല. അങ്ങനെയാണ് അവർ കുറച്ചു കാലം അങ്ങനെ പറഞ്ഞത്. ആ മിഹ്നത്ത് കഴിഞ്ഞതിൻ്റെ ശേഷം അവർ സുന്നൻ്റെ വാദമായ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ തന്നെ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്, ഒരു മഖ്ലൂഖാണെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്.
അതിൻ്റെ പേരിൽ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യാത്തത് എന്ന് പറയപ്പെടുന്നവരുണ്ട്. എനിക്കൊന്നൊരു അടിസ്ഥാനമില്ലാത്ത വാക്കാണ്. അവരുടെ ജനനം 161 സാമിറ എന്ന് പറയുന്ന സ്ഥലത്ത്. അവർ വഫാത്താകുന്നത് ദുൽഹജ്ജ് 28 234 നമ്മുടെ സനദിലെ രണ്ടാമത്തെ റാവി സുഫിയാൻ ബിൻ ഉയൈന, അവരെ പറ്റി പലപ്പോഴും നാം പറഞ്ഞു പോയിട്ടുണ്ട്. മൂന്നാമത്തെ അബ്ദുല്ലാഹി ഇബ്നു യസാർ, അവരെ സംബന്ധിച്ചും നാം പറഞ്ഞിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു യസാർ കുഞ്ഞത്തുഹു യസാർ അബൂ നുജൈഹ് എന്നവരാണ്. അഖ്നസ് ഇബ്നു ശരീഖ് എന്നവർ ഇത്തിക്ക് ചൊല്ലിവിട്ടിയവരാണ്, ആദ്യം അടിമയായിരുന്നു. അവരെ സംബന്ധിച്ച് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഹദീസ് റിപ്പോർട്ട് ചെയ്തതായതുകൊണ്ട് യാതൊരു ആക്ഷേപങ്ങൾക്കും അവരുടെ പേരിൽ പല കതിരിയാണ്, പല കൊലത്ത് ആക്ഷേപിക്കപ്പെടലുണ്ട്. അതൊന്നും ശരിയല്ല. ഹദീസ് റിപ്പോർട്ട് ഇമാം ബുഖാരി ചെയ്തതോടുകൂടെ അവരുടെ മേലുള്ള ആക്ഷേപങ്ങളെല്ലാം ദുർബലപ്പെട്ടു പോയി. ഇമാം ബുഖാരി പലയിടത്തായിട്ട് ഈ കിതാബുൽ ഇൽമിൽ, കിതാബുൽ ജനായിസിൽ, അങ്ങനെ അല്ലാത്ത ധാരാളം സ്ഥലത്ത് ഇമാം ബുഖാരി അവരെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ വഫാത്ത് നടക്കുന്നത് 131. നമ്മുടെ റാവികളിൽ നിന്ന് നാലാമത്തത് ബഹുമാനപ്പെട്ട മുജാഹിദ് ബിൻ ജബർ റളിയല്ലാഹു അൻഹു ബിഫതഹിൽ ജമീഉ സുകൂനിൽ ബായിൽ മുവഖദ. മുജാഹിദ് ബിൻ ജബർ റളിയല്ലാഹു അൻഹു, ജുബൈർ എന്നും അവരെ സംബന്ധിച്ച് പറയലുണ്ട്. ജബർ എന്നുള്ള മുജാഹിദ് ബിൻ ജബർ എന്നുള്ളതാണ് റാജിയായ വാക്ക്. മിൻ താബി അഹ്ലി മക്ക വ ഫുഖഹായ, അഹ്ലു മക്കയിൽപ്പെട്ട താബീങ്ങളിൽപ്പെട്ടവരാണ്, അവിടുത്തെ ഫുഖഹാക്കളിൽപ്പെട്ടവരുമാകുന്നു. ഇമാമും മുത്തഫഖുൻ അലാ ജലാലത്തിഹി. മുജാഹിദ് എന്നവർ അവർ പരിശുദ്ധരാണ് എന്നുള്ളതിൻ്റെ മേലിൽ ഇത്തിഫാഖാക്കപ്പെട്ടവരാണ്. വൈമാമത്തിഹി വതൗസീഖിഹി വഹുവ ഇമാമുൻ ഫി ഫിഖ്ഹി വത്തഫ്സീർ വൽ ഹദീസ്. ഫിഖ്ഹില്, തഫ്സീറില്, ഹദീസില് എല്ലാത്തിലും ഇമാമാണ്. ഇമാം ബുഖാരി സ്വഹീഹിൽ അവരെ തൊട്ട് ഹദീസ് ഉദ്ധരിച്ചു എന്നതോട് കൂടെ തന്നെ അവർ മുഹദ്ദിസാണെന്ന് വന്നു. അതോടുകൂടെ മുഫസ്സിറാണ്, ഫഖീഹാണ്. ഫഖീഹ് മാത്രമല്ല, എല്ലാ വിഷയത്തിലും ഇമാമാണ്. അവർ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തൊട്ട്, ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു തൊട്ട്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് എല്ലാം ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവര് മുജാഹിദ് റളിയല്ലാഹു അൻഹു, മുജാഹിദ് ബിൻ ജബർ റളിയല്ലാഹു അൻഹു, അവരുടെ ജീവിതം, അവരുടെ ശൈലി ഒരു വല്ലാത്ത ശൈലിയാണ്. ഇബ്നു ഉമർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് മുജാഹിദ് റളിയല്ലാഹു അൻഹുവിനോട്, നിങ്ങളെ മാതിരി എൻ്റെ മൗലയായ നാഫി ആവണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. നിങ്ങളത്ര ഹിഫ്ളും നിങ്ങളത്ര ഫഹ്മും നാഫിയിനുണ്ടാവണം എന്ന് ഞാൻ വിചാരിക്കുന്നു. ബാബുൽ ഫഹ്മിലാണല്ലോ അവരെ പേര് ആദ്യമായി കൊണ്ടുവന്നിട്ടുള്ള ഇമാം ബുഖാരി മുജാഹിദ് റളിയല്ലാഹു അൻഹുവിൻ്റെ. കാരണം അവർ ഫഹ്മ് തേടി നടക്കുന്നവരായിരുന്നു. അവരൊരു വല്ലാത്ത യാത്രാ പ്രേമിയായിരുന്നു മുജാഹിദ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് ഒരു ഹദീസ് വന്നാൽ ആ ഹദീസിൽ ഏതെങ്കിലും പ്രവചനങ്ങളുണ്ടായാൽ, ഏതെങ്കിലും നാടിനെ പറ്റിയുണ്ടെങ്കിൽ അത് പോയി കണ്ട് അത് മനസ്സിലാക്കി പോരുന്നവരാണ്. അതിന് വേണ്ടി ധാരാളം യാത്ര ചെയ്യുന്നവരായിരുന്നു മൂപ്പര്. ഹാറൂത്ത് മാറൂത്ത് ബാബില് അവിടെ പോയി അവിടുത്തെ രാജാവിനോട് പോയി വന്ന ഉദ്ദേശങ്ങൾ പറഞ്ഞു, മൂപ്പരെ പറ്റിയുള്ള വിവരങ്ങൾ പറഞ്ഞു. അങ്ങനെ ഹാറൂത്ത് മാറൂത്തിനെ എവിടെയാണ് തടഞ്ഞു വെച്ചിട്ടുള്ളത്? ഒരു കിണറിലാണ്. ആ കിണർ കാണിച്ചു തരണം മലൻ്റെ അടുക്കിൽ. അതിനുള്ള ഒത്താശ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുകയും അതിനുള്ള ഒത്താശ ചെയ്ത് കൊടുക്കുകയും അവിടെ എത്തിപ്പെട്ടപ്പോൾ വലിയ സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അത് ചരിത്ര കിതാബുകളിൽ അത് കാണുന്നുണ്ട്. ബഹുമാനപ്പെട്ട മുജാഹിദ് റളിയല്ലാഹു അൻഹു ഹാറൂത്ത് മാറൂത്തിൻ്റെ ഉള്ള സ്ഥലത്തേക്ക് കാണാൻ പോയ ചരിത്രം മഷൂറാണ്. അത് സീറകൾ നോക്കണം. അതുപോലെ മഹാനവർകൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു ഹദീസുണ്ട്, വെള്ളങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല വെള്ളം, ലോകത്തുള്ള ഭൂമിയിലുള്ള വെള്ളങ്ങളിൽ വെച്ച്, എല്ലാവർക്കും ലഭ്യമാകുന്ന വെള്ളങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല വെള്ളം
സംസം വെള്ളമാണ്. അതുപോലെ ഏറ്റവും മോശപ്പെട്ട വെള്ളം ഹളറമൗത്തിലുള്ള ഒരു വെള്ളത്തിൻ്റെ പേരുണ്ട്, എന്താ പേരുണ്ട്, എനിക്കൊരു ഓർമ്മയില്ല. ആ വെള്ളമാണ് എന്ന് പറഞ്ഞപ്പോൾ ആ കിണർ കാണാൻ വേണ്ടി അവർ സാഹസപ്പെട്ടു പോയി കണ്ടുപോന്നിട്ടുണ്ട്. അങ്ങനെ ലോകത്ത് മുഴുവനും അത്ഭുതങ്ങൾ എന്ത് പറയപ്പെട്ടാലും അത് പോയി കണ്ട് ആസ്വദിച്ചു പോരുന്നവരാണ്. മഹാനവർകൾ കത്തി കൊണ്ട് ശൈത്താനെ വെട്ടിമുറിക്കുമായിരുന്നു, അടിക്കുമായിരുന്നു വടികളെ കൊണ്ട്. അടിച്ചിട്ടാൽ ശൈത്താൻ വീഴുന്ന ശബ്ദം പലർക്കും കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ചരിത്രമാണ്, ചരിത്രത്തിൽ ഇതെല്ലാം വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട മുജാഹിദ് റളിയല്ലാഹു അൻഹു. മഹാനവർകൾ പറയുന്നുണ്ട്, ഞാൻ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ 30 പ്രാവശ്യം പരിശുദ്ധ ഖുർആൻ ഞാൻ ഓതിയിട്ട് അതിൻ്റെ തഫ്സീറുകൾ ചോദിച്ചിട്ടുണ്ട്. അതിൽ 4 പ്രാവശ്യം ഓരോരോ ആയത്തോതി അതിൻ്റെ വിശദീകരണം ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഓരോരോ ആയത്തിൻ്റെയും ഇപ്പം വിശദീകരണങ്ങൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് നിന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് 4 പ്രാവശ്യം. മുഴുവൻ തഫ്സീറുകളും ആവർത്തിച്ച് 4 പ്രാവശ്യം ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ ധാരാളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത, ധാരാളം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്ത തഫ്സീറുകളിലാണെങ്കിൽ അവരെ തൊട്ട് ധാരാളമുണ്ട്. പിന്നെ മുജാഹിദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ഒരു സാഹസികതയുടെ ഭാഗമായി മഹാനവർകൾ അഹ്ലു കിതാബികളിൽ നിന്ന് വലിയ വലിയ ആളുകളെ പറ്റി കേട്ടാൽ അവരെടുത്ത് പോയി ഇരുന്ന് അവരോട് ഖുർആനിൽ പറഞ്ഞ പല വിഷയങ്ങളുടെയും വിശദീകരണം തൗറാത്തിലുണ്ടെങ്കിൽ അതിനെപ്പറ്റി അവരോട് ചോദിച്ച് പറയും, മനസ്സിലാക്കലും അത് ഉദ്ധരിക്കലും പതിവുണ്ട്. അതിൻ്റെ പേരിൽ പലരും തഫ്സീറിൻ്റെ വിഷയത്തിൽ മുജാഹിദിലുള്ള തട്ടിയവരുമുണ്ട്. അത് അവരെ തട്ടണ്ട, അവർക്ക് പറഞ്ഞു കൊടുത്തത് ഇന്നാൾ പറഞ്ഞു, ഫിൽ ഇസ്രായേലിയാത്ത് ഇതുകൊണ്ടേ പറയുള്ളൂ. അവരെ സ്വന്തമായിട്ടുള്ള ഖുർആൻ തഫ്സീർ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു കിട്ടിയ തഫ്സീറുകൾ അതെല്ലാം വളരെ മുത്തുമണികളാണ്. അവരുടെ പ്രത്യേകതയാണ് അവരെ വായയിൽ നിന്ന് എന്ത് തന്നെ ഉച്ചരിക്കുകയാണെങ്കിലും ആ ഉച്ചരിക്കുന്നത് വല്ലാത്തൊരു മധുരമാണ്, മുത്തുമണികളെപ്പോലെയാണ്. വളരെ ഫസീഹായ നല്ല ഭാഷാശുദ്ധിയോട് കൂടെ നല്ല നല്ല പ്രയോഗങ്ങൾ പ്രയോഗിക്കുന്ന മഹാനാണ് ബഹുമാനപ്പെട്ട മുജാഹിദ് റളിയല്ലാഹു അൻഹു. അവരാണ് നമ്മുടെ റാവി. അവർ ഹദീസ് റിപ്പോർട്ട് ചെയ്യാണ്. ആരെ പറയാണ്? കാല മുജാഹിദ് എന്നവർ പറഞ്ഞു, സഹിബ്തു ഇബ്നു ഉമറ ഇലൽ മദീന, സഹിബ്തു ഇബ്നു ഉമറ ഇലൽ മദീന, മദീനയിലേക്ക് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് കൂടെ ഞാൻ സുഹബത്ത് പെട്ടി. അത് മക്കയിൽ നിന്ന് മദീനയിലേക്കാണെന്ന് പറയപ്പെടുന്നുണ്ട്. ഫലമ്മ അസ്മഉഹു, ഞാൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ കേട്ടില്ല. യുഹദ്ദിസു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് ഹദീസ് പറയുന്നതായിട്ട് ഇല്ലാ ഹദീസൻ വാഹിദ, ഒറ്റ ഹദീസ് അല്ലാതെ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് കൂടെ ഞാൻ സുഹബത്ത് കെട്ടിയിട്ട്, വല്ലാഹി അന്നഹു മിൻ മക്ക, മക്കയിൽ നിന്ന് മദീനയിലേക്ക് തന്നെയാണ്. എന്നിട്ട് ഒരൊറ്റ ഹദീസ് മാത്രമാണ് മഹാനവർകൾ പറഞ്ഞത്, ഞാൻ കേട്ടത്. മഹാന്മാർ പറയുന്നത് അവർ ആവശ്യമുള്ള സ്ഥലത്ത് മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് പറയുകയുള്ളൂ എന്നല്ലാതെ വെറുതെ, അല്ലെങ്കിൽ പഠിക്കാൻ ആളില്ലാതെ, അല്ലെങ്കിൽ ജനങ്ങൾ ശ്രദ്ധിക്കാത്ത, ജനങ്ങൾക്ക് സ്വകലുണ്ടാകുന്ന സമയത്തൊന്നും ഹദീസ് പറഞ്ഞു കൊടുക്കൂല. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മുഹദ്ദിസീങ്ങളിൽ വെച്ച്, സ്വഹാബത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആളാണ്. കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്തവരിൽപ്പെട്ടവരാണ്. അതുകൊണ്ട് അവരോട് ചോദ്യക്കാർ കൂടുതലാണ്, അവർ കൂടുതൽ കാലം ജീവിച്ചവരാണ്. അതോടുകൂടെ തന്നെ ചെറുപ്പക്കാരനാണ്, ധാരാളം ഹദീസ് അറിയാം, വലിയ ആലിമാണ്. ചോദ്യക്കാർ കൂടി കൂടുതൽ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ചോദ്യക്കാരില്ലാതെ, പഠിക്കുന്നവരില്ലാതെ വെറുതെ അവർ ഹദീസ് പറയില്ല. എന്താണ് ആ ഒറ്റ ഹദീസ്? ഖാല കുന്നാ ഇൻദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലായിരുന്നു.
ഫൗത്തിയ അപ്പോൾ കൊണ്ടുവരപ്പെട്ടു ബിജുമ്മാരിൻ ഒരു ഈത്തപ്പനയുടെ കരിമ്പിനെ കൊണ്ടുവരപ്പെട്ടു. മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് ഇതിനർത്ഥം. ജുമ്മാർ എന്ന് പറഞ്ഞാൽ ഈത്തപ്പനയുടെ ഓലകളെല്ലാം വെട്ടി ഒഴിവാക്കിയാൽ അതിൻ്റെ തലയിലുണ്ടാകുന്ന കരിമ്പ് പോലെ ഭക്ഷിക്കാൻ കഴിയുന്ന ഒരു സാധനം. ഈത്തപ്പനയിൽ നിന്ന് അതിൻ്റെ കായല്ലാതെ ഈത്തപ്പഴമല്ലാതെ കഴിക്കാൻ പറ്റുന്നൊരു സാധനമാണ് അതിൻ്റെ ജുമ്മാർ, അതിൻ്റെ കരിമ്പ്. തെങ്ങിനിക്കും ഉണ്ടാവും. തെങ്ങ് മുറിച്ചാൽ അതിൻ്റെ ഓലകളെല്ലാം വെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മണ്ടയിലുണ്ടാകുന്ന ഒരു പ്രത്യേക സൈസ് ഓലകളെല്ലാം ഇളകുന്ന ഭാഗത്തുണ്ടാകുന്ന ഒരു പ്രത്യേക ഒരു നല്ലൊരു ഇളമച്ചം വെച്ച ഒരു മധുരമുള്ള രസമുള്ള കഴിക്കാൻ രസമുള്ള കരിമ്പ് എന്നവരറിയപ്പെടുന്ന സാധനം. ആ ജുമ്മാർ അതിനെ കൊണ്ടുവരപ്പെട്ടു. ഫഖാല അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഇന്ന മിനശ് ശജരി ശജറത്തൻ തീർച്ചയായും മരങ്ങളിൽപ്പെട്ടതാണ് ഒരു മരം. മസലുഹാ കമസലിൽ മുസ്ലിമി ആ മരത്തിൻ്റെ ഉദാഹരണം മുസ്ലിമിൻ്റെ ഉദാഹരണം പോലെയാണ്. ഫഅറത്തു അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചു അന്നഖൂല ഞാൻ പറയല്ലേ. റസൂലുള്ളാഹി ചോദിച്ചു ഏതാണെന്ന് പറഞ്ഞിരുകയും മുമ്പ് നമ്മൾ അതിശയമായി ഓതിയിട്ടുണ്ട്. അപ്പം എനിക്ക് പെട്ടെന്ന് ആ പോക്ക് തിരിഞ്ഞു റസൂലുള്ളാഹിൻ്റെ. കാരണം പറയുന്ന സാഹചര്യം ഇന്നതാണ്. നമുക്കറിയാലോ, സാധാരണ പറയുന്ന ഒരു വാക്ക് ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടാകുമ്പം മുമ്പ് പറഞ്ഞ അതേ വാക്ക് ഈ സാഹചര്യത്തിൽ ഉപയോഗിച്ചാൽ അത് ഇന്നാളെ പറ്റിയാണ് ആ പറഞ്ഞത്. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഫഹ്മ് കൂടിയത്. ഒരു കാര്യം പറഞ്ഞാൽ അത് ആരെങ്കിലും എന്തെങ്കിലും തെറ്റി എവിടെയെങ്കിലും ചെയ്ത് കാണിച്ച് ഓനെ പറ്റിയാണ് ആ പറഞ്ഞത്, ഇവനെ പറ്റിയാണ് ആ പറഞ്ഞത് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, വ്യാഖ്യാനിക്കപ്പെടും എന്നതുപോലെ. അല്ലെങ്കിൽ അതുപോലെ എന്ന് പറയണ്ട. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈത്തപ്പനയുടെ കരിമ്പ് കൊണ്ടുവരപ്പെട്ടപ്പോൾ നബി തങ്ങൾ ഇത് പറയാണ്, ഇന്ന മിനശ് ശജരി ശജറത്തൻ മസലുഹാ കമസലിൽ മുസ്ലിമീ. ഞാനത് എനിക്കത് പെട്ടെന്ന് മനസ്സിലായി. റസൂലുള്ളാഹി പറഞ്ഞത് എന്താണ്? കാരണം സാഹചര്യം അതാണല്ലോ, ഇന്നതുണ്ടായത് കൊണ്ടാണല്ലോ പറയുന്നത്. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ചു ഹിയന്നഖ്ല അത് ഈത്തപ്പനമരാണ്. ഫൈദ അനാസ്കറുൽ കൗം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ആ കൗമിൽ വെച്ച് ഏറ്റവും ചെറിയ ആളാണ്. മുമ്പ് പറഞ്ഞിട്ടുണ്ട് 10 ആളാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ 10 ആളിൽ വെച്ച് ഏറ്റവും ചെറിയ ആൾ ഞാനാണ്. ഫസക്കത്തു അപ്പം അതബിന് വേണ്ടി ഞാൻ മുണ്ടാകുന്നു. ചെറിയ ആൾ താടി പറയണ്ട, വാലനക്കണ്ട, തലണ്ടാവുമ്പം എന്ന് മനസ്സിലാക്കി ഞാൻ മുണ്ടാതിരുന്നു. ഏതീശിനിയും വരെയുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ തലറങ്ങാൻ കാത്തിക്കണ്ട, വാലനങ്ങണീന് കുഴപ്പമില്ല എന്നൊരു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു സമ്മാനം കൊടുക്കുന്ന വിഷയമൊക്കെ ഉണ്ട്. അവിടെ സമ്മാനം തരുമായിരുന്നു, എനിക്കത് വലിയ ഇഷ്ടമായിരുന്നു എന്നെല്ലാം പറയുന്ന സംഭവങ്ങളുണ്ട്. അങ്ങനെ ഏതായാലും ഞാൻ മുണ്ടാതെന്നു. ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഹിയന്നഖ്ല അത് ഈത്തപ്പനയാണ് എന്ന് പറഞ്ഞു. അപ്പോഴത്തെ ഫഹ്മത ആ സാഹചര്യത്തിൽ നിന്ന് ഇന്നതാണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് അത് വല്ലാത്ത കഴിവാണ്. അതാണ് യഥാർത്ഥത്തിൽ കിതാബ് തിരിയ, ഹദീസ് തിരിയ, ഖുർആൻ തിരിയ എന്ന് പറഞ്ഞതിനർത്ഥം അതാണ്.